നിങ്ങൾ ഓരോരുത്തരുടെയും സങ്കടങ്ങൾ മാറ്റാൻ, എന്റെ സങ്കടം മാറ്റാൻ അല്ലാഹു നമുക്ക് തന്ന സമ്മാനമേതെന്നറിയോ? വസ്തഈനൂ ബിസ്സബ്രി വസ്സലാ. അല്ലാഹു പറയുകയാണ്, നമസ്കാരം കൊണ്ട് നിങ്ങൾ പടച്ചവരോട് സഹായം തേടുക. അല്ലാഹുവിനോട് സഹായം തേടേണ്ടത് നമസ്കരിച്ചുകൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, ദുഃഖമേതു വന്നാലും സങ്കടമേതു വന്നാലും മനസ്സിൽ നിന്ന് പോകാത്ത ഏതു വ്യഥകൾ വന്നാലും മനസ്സിൽ നിന്ന് മാറാൻ കഴിയാത്ത ദുഃഖങ്ങൾ ഏതു വന്നാലും അത് മാറാൻ നമ്മുടെ മുമ്പിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ. ആരും കാണാത്തൊരു രാത്രിയില് എല്ലാവരും മൂടി പൊതച്ച് കിടക്കുമ്പോൾ ഒളുവെടുത്തുകൊണ്ട് മുസല്ല വിരിച്ച് 2 റക്അത്ത് നമസ്കാരം നിർവഹിച്ചാൽ, എന്നിട്ട് റബ്ബിനോട് സുജൂദിൽ കിടന്ന് നിങ്ങളുടെ സങ്കടങ്ങൾ മുഴുവനും പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, സലാം വീട്ടുന്നതിന് മുമ്പ് പരിഹാരമുണ്ടെന്ന. കാരണം ദുഃഖങ്ങൾ എന്തു വന്നാലും നമുക്കുള്ളത് ഏക പരിഹാര മാർഗം നിസ്കാരമാണ്. ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, കാന ഇദാ ഹസബഹു അംറുൻ ഫസഇല സലാ. റസൂലുള്ളാഹി എന്ത് ദുഃഖം വന്നാലും നബി തങ്ങളെ പെട്ടെന്ന് നിസ്കരിക്കലാ പതിവ്. റസൂലുള്ള പെട്ടെന്ന് നമസ്കാരം നിർവഹിക്കലാ പതിവ്. പ്രിയപ്പെട്ടവരെ, ആർക്കാണ് ദുഃഖമില്ലാത്തത്? ആർക്കാണ് സങ്കടമില്ലാത്തത്? സാമ്പത്തികമായ ദുഃഖത്തിലാകുന്ന ആളുകൾ എത്രയാണ്? കച്ചവടമില്ല, കടമാണ്, ഇട്ടുമൂടാനുള്ള കടമുണ്ട്. ഈ കടത്തിന്റെ മേലെ കടമായി, ദാരിദ്ര്യത്തിന്റെ മേലെ ദാരിദ്ര്യമായി, കഷ്ടപ്പാടിന്റെ പ്രാരാബ്ധത്തിന്റെ മേൽ സങ്കട കടലിൽ മുങ്ങിട്ടാണ് പോകുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് പരിഹാരമുണ്ട്. അല്ലാഹുവിനോട് നമസ്കരിച്ചുകൊണ്ട് ദുആരക്കാൻ കഴിയോ? കാരണം നമുക്കുള്ള മേറാജ് നിസ്കാരമാണ്. നബി തങ്ങളുടെ സങ്കടം മാറ്റാൻ അല്ലാഹു കൊടുത്തത് നിസ്കാരം മേറാജെങ്കിൽ നമ്മുടെ സങ്കടം മാറ്റേണ്ടത് മേറാജിലൂടെയാണ്. നമ്മുടെ മേറാജ് ആകാശാരോഹണമല്ല, നമ്മുടെ മേറാജ് വാനാരോഹണമല്ല, നമ്മുടെ മേറാജ് ആകാശങ്ങളെ കീറിമുറിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ സവിധത്തിലേക്ക് പോകലല്ല. പിന്നെയോ നമ്മൾ എവിടാണോ ഉള്ളത് അവിടെ നിന്ന് 2 റക്അത്ത് നമസ്കരിക്കലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രീതി അത് തന്നെയാണ്. നിങ്ങൾക്കറിയുമല്ലോ, മദീനയിൽ ചെന്ന് ഏറ്റവും നല്ല പ്രഗൽഭനായ പണ്ഡിതനായിരുന്ന ഖുബൈബ് ബിൻ അദി റളിയല്ലാഹു തആല അൻഹുവിനെ പിടിച്ചുകൊണ്ടുവന്നു. ആരാ? മക്കക്കാരാണ്. 10 പേരുണ്ടായിരുന്നു. ആ 10 പേരുടെയും ചരിത്രം നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. മദീനയിൽ ചെന്നിട്ടൊരു സമൂഹം പറയുകയാണ്, മക്കക്കാര്, മുഹമ്മദേ, ഞങ്ങൾ ഇസ്ലാമിനെ പറ്റി പഠിക്കാൻ താല്പര്യത്തോടെ വന്നതാ. ഞങ്ങൾക്ക് അല്ലാഹനെ പഠിക്കണം, ഞങ്ങൾക്ക് നിന്നെ പറ്റി പഠിക്കണം, ഞങ്ങൾക്ക് ഖുർആനെ പറ്റി പഠിക്കണം. അതുകൊണ്ട് പ്രഗൽഭനായ 10 പേരെ വിട്ടുതരണമെന്ന് പറഞ്ഞു. ആസിം റളിയല്ലാഹു അൻഹു അടക്കമുള്ള ഖുബൈബ് ബിൻ അദിൽ അൻസാരി തങ്ങൾ അടക്കമുള്ള 10 പേരെ വിട്ടയക്കുകയാ. പക്ഷേ അവര് ചതിയന്മാരാണ്, വഞ്ചകന്മാരാ. വഴിയിൽ വെച്ച് 9 പേരെയും കൊല്ലുകയാണ്. അവസാനത്തെ ആളാരെന്നറിയോ? ഖുബൈബ് ബിൻ അദിൽ അൻസാർ റളിയല്ലാഹു തആല അൻഹു. മഹാനായ ഖുബൈബ് തങ്ങളെ പിറ്റേ ദിവസം തൂക്കിക്കൊല്ലാൻ കൽപ്പിച്ചു. തൂക്കിക്കൊല്ലാൻ തീരുമാനിച്ചപ്പോൾ ഖുബൈബ് ബിൻ അദി റളിയല്ലാഹു അൻഹുവിനോട് എന്താണ് അന്ത്യാഭിലാഷമെന്ന് ചോദിക്കുമ്പോൾ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിനകത്ത് താങ്ങാൻ പറ്റാത്ത സങ്കടമാണ്. കാരണം എന്റെ റസൂലുള്ളാഹിയോടൊപ്പമുള്ള ജീവിതം കൊതിതീർന്നിട്ടില്ല, അല്ലാഹുവിന്റെ ദീനിനു വേണ്ടിയിട്ട് ത്യാഗം ചെയ്ത് കൊതിതീർന്നിട്ടില്ല. ഞാൻ കൊല്ലപ്പെടുകയാണ്, ഷഹീദാണ്. പക്ഷേ ഇനി എന്റെ റസൂലുള്ളാഹിനെ കാണാൻ ഭൂമി ലോകത്ത് വെച്ച് കഴിയില്ലല്ലോ, എന്റെ റസൂലേ വിവരമറിഞ്ഞില്ലല്ലോ. ആ ഒരു വേദനയോടെ ഖുബൈബ് റളിയല്ലാഹു അൻഹു സങ്കടപ്പെടുമ്പോ ആ സങ്കടം മാറാൻ ഖുബൈബ് റളിയല്ലാഹു അൻഹു അന്ത്യാഭിലാഷമായ പറഞ്ഞെന്തെന്നറിയോ? ശത്രുക്കളോട് പറയുകയാണ്, എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കണം, എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കണം. പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ഖുബൈബ് റളിയല്ലാഹു അൻഹു തൂക്കുകയറിന്റെ മുന്നിൽ പോലും പറഞ്ഞ അഭിലാഷമേതാ? അത് 2 റക്അത്ത് നിസ്കാരമാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നബി തങ്ങളുടെ സങ്കടം മാറ്റിക്കൊടുക്കാൻ 7 ലോകങ്ങളും കടന്ന് 7 ആകാശങ്ങളും കടന്ന് പടച്ചതമ്പുരാൻ അവന്റെ അടുക്കലേക്ക് നബി തങ്ങളെ കൊണ്ടുപോയെങ്കിൽ നമ്മുടെ നമസ്കാരം കൊണ്ട് നമുക്ക് കിട്ടുന്ന ഒന്നാമത്തെ ഗുണം എന്തെന്നറിയോ? നമസ്കാരമാകുന്ന മേറാജും മുത്തുനബിയുടെ മേറാജും തമ്മിലുള്ള ഒന്നാമത്തെ ബന്ധമേതെന്നറിയോ? നമുക്ക് നമ്മുടെ സങ്കടങ്ങൾ മാറ്റാൻ നമസ്കാരമാണ് വഴി. അല്ലാഹു അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഏത് ദുഃഖമുണ്ടെങ്കിലും
ആരോ പറഞ്ഞതുപോലെ ഒരു കപ്പ് വെള്ളവും ഒരു മുസല്ലയും ഉണ്ടെങ്കിൽ നമുക്കെന്ത് ദുഃഖം. ഒരു കപ്പ് വെള്ളവും ഒരു മുസല്ലയും ഉണ്ടെങ്കിൽ നമുക്കെന്ത് സങ്കടം. നമ്മുടെ ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരം അതിനകത്തുണ്ട്. ഒളുവെടുക്കുക, 2 റക്അത്ത് നിസ്കരിക്കുക, അള്ളാഹ്നോട് കാര്യം പറയുക. അതുകൊണ്ട് മേറാജിന്റെ ഒന്നാമത്തെ ബന്ധം നബിതങ്ങൾക്ക് ആ ദുഃഖവർഷത്തിൽ ആമുൽ ഹുസ്നിൽ ദുഃഖം മാറ്റി കൊടുക്കാൻ നബിതങ്ങളെ അള്ളാഹു കൊണ്ടുപോയ മേറാജ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മേറാജ് നിസ്കാരമാണ്. നമുക്ക് ഏത് സങ്കടങ്ങളും ദുഃഖം വന്നാലും അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് നിങ്ങൾ എന്തു വേണം, കാന ഇദാ ഹസബഹു അംറുൻ ഫസഅ ഇല സ്വലാത്തി, എന്ത് ദുഃഖം വന്നാലും നിസ്കാരത്തിൽ പ്രവേശിച്ചോളി. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. മനസ്സിലാവുന്നുണ്ടല്ലേ? മനസ്സിലാവുന്നോ? ശരി. ഇനി രണ്ടാമത്തേത് കേട്ടോളി. മേറാജിന് അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടുപോകുന്നതിന് മുമ്പ് ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് നബി തങ്ങളെ ഒരു സർജറി നടത്തി. എങ്ങനാ സർജറി നടത്തിയത്? നബി തങ്ങളുടെ നെഞ്ചു മുതൽ പൊക്കിളിന്റെ മുകൾ ഭാഗം വരെ കീറിയിട്ട് ആ കൽബെടുത്ത് സംസം വെള്ളവും അതുപോലെ തന്നെ പനിനീറും കൊണ്ട് കഴുകി ശുദ്ധിയാക്കി ആ ഹൃദയത്തെ തൽസ്ഥാനത്ത് പിടിപ്പിച്ച് അതിന് വേണ്ട നിലയിൽ അതിന് പരിപാലനം നടത്തി. 3 പ്രാവശ്യമാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നെഞ്ച് കീറിയിട്ടുള്ളത്. ഒന്ന്, ബാലനായിരിക്കുന്ന സമയത്ത് ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹയിൽ നിന്ന് മുലപ്പാല് കുടിക്കുന്ന സ്തനപാനം നടത്തുന്ന സമയം. ആ സമയത്ത് ബാലചാപല്യം എടുത്ത് കളയാൻ, ഇവിടെ നേരത്തെ ഉസ്താദ് പറഞ്ഞില്ലേ കുട്ടികൾ ഇവിടെ വന്നിരിക്കും എന്ന് പറയുന്നത് പോലെ. കാരണം ഒരു ബാലചാപല്യം ഉണ്ടല്ലോ, ഒരു ബാലചാപല്യം, കുട്ടിക്കളി എന്നൊക്കെ പറയില്ലേ, അത് അള്ളാന്റെ റസൂലിന് ഇല്ല, അത് അള്ളാന്റെ ഹബീബിനില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ട്? അത് ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹയിൽ നിന്ന് പാല് കുടിക്കുന്ന ആ കാലഘട്ടത്തിൽ ചരിത്രം വിശാലമായി പറഞ്ഞാൽ ആടിനെ മേയ്ക്കുന്ന സമയമെന്നും റിവായത്തുണ്ട്. ആ സമയത്ത് നബി തങ്ങളുടെ നെഞ്ചകം കീറിയിട്ടുണ്ട് ഒരിക്കൽ. മറ്റൊന്ന് 40-ാമത്തെ വയസ്സിൽ, ആ ഒറിജിനൽ ഈ ശസ്ത്രക്രിയയുടെ കാര്യമായി പറയുന്നത്, 40-ാമത്തെ വയസ്സിൽ നുബുവത്ത് കിട്ടുന്നതിന് മുമ്പ് അത് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് മനസ്സ് പാകപ്പെടാൻ വേണ്ടി, ഹൃദയം പാകപ്പെടാൻ വേണ്ടി സർജറി നടത്തി. 3-മതൊരു ശുദ്ധീകരണത്തിനും എപ്പോഴാണ്? ഈ മേറാജിന് പോകുന്നതിന് കുറച്ചു മുമ്പ് അള്ളാന്റെ റസൂലിനെ ഉമ്മുഹാനിന്റെ വീട്ടിൽ നിന്ന് വിളിച്ചു കൊണ്ടുവന്ന് ഒരു പ്രദേശത്ത് കൊണ്ടുവന്നിട്ട് അവിടെ അള്ളാന്റെ റസൂലിനെ നന്നായിട്ട് ഹൃദയം കഴുകി നന്നായിട്ട്, കാരണം പല അത്ഭുതങ്ങളും കാണാൻ പോവാൻ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, 40,000 അടി മുകളിലൂടെ പറന്നുയരുന്ന വിമാനത്തിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോ നമ്മൾ കാണുന്ന അത്ഭുതങ്ങൾ എന്താണ്? അള്ളാന്റെ റസൂല് പോയത് എങ്ങനെയാണ്? 7 ആകാശങ്ങളും കടന്ന് സിദ്റത്തുൽ മുന്തഖ. അത് ഞാൻ പറയുന്നുണ്ട്, അവസാന സമയം കിട്ടുമെങ്കിൽ അത് പറയാം. എന്റെ പ്രിയപ്പെട്ടവരെ, ലോകത്തിന്റെ അത്ഭുതങ്ങൾ മുഴുവനും നബിതങ്ങളുടെ മുന്നിൽ കാണിച്ചു കൊടുക്കാൻ നരകം കണ്ടു, സ്വർഗം കണ്ടു, അർശ് കണ്ടു, കുർസ് കണ്ടു, ലൗഹ് കണ്ടു, കലമ് കണ്ടു. എന്താ ഈ അർശ് എന്നൊക്കെ പറഞ്ഞാൽ? മാവരിക്കുന്ന അരിപ്പുണ്ടല്ലോ ഈ വട്ടത്തിലുള്ള, ഇവിടെ ഉണ്ടോ സാധനം? ഇപ്പൊ എല്ലാം അങ്ങനെയാണല്ലോ, ഉണ്ടാക്കി വെച്ചിരുന്ന സാധനം മാച്ചോണ്ട് തിന്നണതാണ് നമ്മുടെ ജോലി. ചപ്പാത്തി കടയിൽ കവറിലുണ്ട്, ഇഡലി കവറിലുണ്ട്, നൂൽപുട്ട് ഇടിയപ്പം അത് കവറിലുണ്ട്, റൊട്ടി അത് കവറിലുണ്ട്, പൊറോട്ട അത് കവറിലുണ്ട്. ഒന്നും വേണ്ട, കാലം പുരോഗമിച്ച് ഇനി ചവച്ച് റെഡിയാക്കി കടയിൽ വെച്ചിരിക്കും, കൊണ്ടൊന്ന് വിഴുങ്ങിയാൽ മതി ഗുളി കഴിക്കും പോലെ. ആർക്കും ഇപ്പൊ ഒന്നും വയ്യ. എന്നിട്ട് നടക്കാനിറങ്ങും. ശരീരം അനങ്ങിയിട്ടതൊക്കെ പണിതാ കുഴപ്പമൊന്നുമില്ലല്ലോ. പിന്നെ നടക്കാറങ്ങ് തിന്നിട്ട്, കാരണം നമുക്ക് പണിയൊന്നുമില്ലല്ലോ. നമ്മൾ ആഹാരം കഴിക്കാതെ നമ്മൾ കഷ്ടപ്പെട്ട് ഓടി നടന്ന് പണം ഉണ്ടാക്കും. ആരോഗ്യം അത്രയും പോവും പണം ഉണ്ടാക്കുന്നതിനിടയിൽ. എന്നിട്ട് ഈ പണം കൊണ്ടൊന്നും എന്താ ചെയ്യുന്നത്? ആശുപത്രി കൊണ്ട് കൊടുത്തിട്ട് ആരോഗ്യം ഉണ്ടാക്കും. കാലം ചെയ്യായിരുന്ന പോലെ നമ്മളെല്ലാം തല തിരിഞ്ഞിട്ടപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാവിലെ മുതൽ ഉറക്കമില്ല, ഭക്ഷണം ഇല്ല, കുളിയില്ല, നനയില്ല, ഒന്നുമില്ല, പണം ഉണ്ടാക്കല ജോലി. പണം ഉണ്ടാക്കി മാസാവസാനം പണം കയ്യിലെത്തുമ്പോഴേ നേരെ ആശുപത്രി കൊണ്ടുപോയിട്ട് മരുന്ന് വാങ്ങി കഴിക്കും. ഇതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാവരിക്കുന്ന അരിപ്പ, ഈ അരിപ്പയ്ക്കകത്ത് 7 കോയിൻ എടുത്തു വെച്ചാൽ എങ്ങനെ ഇരിക്കും? അതുപോലെയാണ് അർശ് എന്ന് പറയുന്ന ആ വലിയ ഭീമാകാരമായ സൃഷ്ടിയുടെ അകത്ത് 7 ആകാശവും 7 ഭൂമി എടുത്തു വെച്ചാൽ ഉണ്ടാവുക. അത്രയും വിശാലമായ അർശ്. ഇതെല്ലാം കണ്ട് അള്ളാഹുവിന്റെ റസൂലിന് മടങ്ങി വരണം. അതുകൊണ്ട് ഹൃദയം അതിന് പാകപ്പെടുത്താൻ വേണ്ടിയിട്ട് നെഞ്ച് കീറി അള്ളാന്റെ ഹബീബിനെ ജിബ്രീൽ അലൈഹിസ്സലാം, മീകായിൽ അലൈഹിസ്സലാം രണ്ടുപേരും കൂടി വന്നിട്ട് ശസ്ത്രക്രിയ നടത്തി, സർജറി നടത്തി, ഓപ്പറേഷൻ നടത്തി. ഇതൊക്കെ പഠിക്കണം. അള്ളാഹു തൗഫീക്ക് തരട്ടെ. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക്. അതിന്റെ അടയാളം പോലും ഉണ്ടായിരുന്നു എന്നാണ്. അടയാളം പോലും ഉണ്ടായിരുന്നു എന്നാണ്. അപ്പൊ ആ നിലയില് എന്നിട്ട് പട്ടുകൊണ്ട് പൊതിഞ്ഞ് എത്ര പരിപാവനമാക്കി തിരിച്ച് അവിടെ തന്നെ വെച്ചു. ഇതൊക്കെ ഇപ്പൊ ഈ നിരീശ്വരവാദികളുടെ കയ്യിൽ കിട്ടണം. നിങ്ങൾ എന്ത് പറഞ്ഞാൽ എന്താ ഞങ്ങൾക്ക്? ഇതൊക്കെ ചില വിവരം കെട്ട വിവരദോഷികളായ ചില എംബോക്കികളുടെ കയ്യിൽ കിട്ടിയാൽ അവരൊക്കെ അവരുടെ ഈ വിവേഴ്സ് കൂടുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ അലക്കും. കണ്ടോ, നബി തങ്ങളെ സർജറി നടത്തി. എന്ത് മണ്ടത്തരമാണ്. ഇപ്പൊ ഒരു പൊടി മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഒരു പുകയും പൊടിയും മാത്രമേ ഉള്ളൂ. ഇവർക്കൊക്കെ പൊടി അടങ്ങും, പുക മാറും. അപ്പോഴറിയാം ഇരിക്കുന്ന കുതിരപ്പുറത്താണോ കഴുതപ്പുറത്താണോ എന്ന്. ഇപ്പൊ അറിയാൻ പറ്റുന്നില്ല. അള്ളാഹു ബോധം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ റസൂലിന്റെ മിഅ്റാജ് ഒരു ചെറിയ ശുദ്ധീകരണത്തിന് ശേഷമാണ്, ഹൃദയത്തിന്റെ ശുദ്ധീകരണത്തിന് ശേഷമാണ് അള്ളാഹിനെ കൊണ്ടുപോയത്, അള്ളാഹിന്റെ ഹബീബിനെ കൊണ്ടുപോയത്. എവിടേക്ക്? അള്ളാഹുവിന്റെ അത്ഭുതങ്ങൾ കാണാ, മിഅ്റാജിന്റെ അത്ഭുതങ്ങൾ കാണിച്ചു കൊടുക്കാ കൊണ്ടുപോകുന്നതിന് മുമ്പ് ഒരു ശുദ്ധി കലശം നടത്തിയിട്ടാണ് കൊണ്ടുപോയതെങ്കിൽ പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മുടെ മിഅ്റാജ് ഏതാണ്? നമസ്കാരമല്ലേ? നമ്മുടെ നമസ്കാരത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്കും ഒരു ശുദ്ധി കലശമുണ്ട്. അതിന്റെ പേരെന്താണെന്നറിയോ? അംഗസ്നാനമെന്ന. അറബിയിൽ അതിന് പറയുന്ന പേര് വുളു എന്നാ. വുളു എടുക്കാതെ നിസ്കാരം നമുക്ക് ശരിയാവുമോ? ഇല്ല. ലാ സ്വലാത്ത ലിമൻ ലാ വുളുഅ ലാ. വുളു ഇല്ലാത്തവന് നിസ്കാരമില്ല. എത്ര തിരക്കുള്ളവരാണെങ്കിലും, എത്ര വലിയ ത്യാഗം ചെയ്തിട്ടാണെങ്കിലും വുളുവെടുക്കാതെ അവന് നിസ്കാരമില്ല. ഏതെങ്കിലും പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമുക്ക് വുളു ചെയ്യാൻ പറ്റാതെ വന്ന് സമയം അവസാനിക്കാറായാൽ നമ്മൾ വുളുവില്ലാതെ തന്നെ നമസ്കാരം നിർവഹിച്ചാൽ പോലും അത് സ്വീകാര്യമല്ല, മടക്കേണ്ടി വരുന്നു. എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ? ഒരു ശുദ്ധീകരണത്തിന് ശേഷമാണ് അള്ളാന്റെ ഹബീബിന്റെ മിഅ്റാജ് ഉണ്ടായത്. അതെ, നമ്മുടെ മിഅ്റാജും ഒരു ശുദ്ധീകരണത്തിന് ശേഷമാണ്. ആ ശുദ്ധീകരണമാണ് വുളു എന്ന് പറയുന്നത്. വലിയ പ്രതിഫലമുള്ളതാണ്. മുൻകൈ കഴുകുമ്പോൾ ശരീരത്തിന്റെ മുൻകൈകൾ കൊണ്ട് ചെയ്ത പാപങ്ങളെല്ലാം വെള്ളത്തിന്റെ തുള്ളിയോടൊപ്പം നിലത്ത് വീഴുകയാ. വായിലേക്ക് വെള്ളമെടുത്തു കൊള്ളുമ്പോൾ വാ കൊണ്ട് നമ്മൾ ചെയ്ത പാപങ്ങളെല്ലാം കഴുകപ്പെടുകയാ. മൂക്കിൽ വെള്ളം കയറ്റിയിട്ട് നമ്മൾ ചീറ്റിക്കളയുമ്പോൾ മൂക്കിലൂടെ ശ്വസിച്ച പാപങ്ങളെല്ലാം പുറത്തു പോവുകയാ. എന്നിട്ട് മുഖം കഴുകുമ്പോഴും മുഖം കൊണ്ട് ചെയ്ത പാപങ്ങളൊക്കെ പൊറുക്കപ്പെടുകയാ. പിന്നെ കൈ കഴുകുമ്പോഴും, തല തടകുമ്പോഴും, ചെവി തടകുമ്പോഴും, കാലുകൾ കഴുകുമ്പോഴും പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യൻ ചെയ്യുന്ന എല്ലാ ചെറിയ പാപങ്ങളെയും അല്ലാഹു കഴുകി കളയുകയാ. വുളു എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതേപോലത്തെ ഒരു ആകാശയാത്രയിൽ, ഇതുപോലത്തെ ഒരു ആ സ്വർഗപ്രവേശന യാത്രയിൽ അല്ലാഹുവിന്റെ റസൂൽ മടങ്ങി വന്നിട്ടാണല്ലോ ബിലാലിനെ വിളിക്കുകയാ. ആരാണ് ബിലാൽ? സയ്യിദുനാ ബിലാൽ, മുഅദ്ദിനു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബിന്റെ മുഅദ്ദിനായ കാപ്പിരിയായ ബിലാൽ, ചപ്പിയ പരന്ന മൂക്കുള്ള ബിലാൽ, സ്പ്രിംഗ് പോലെ തലമുടിയുള്ള ബിലാൽ, കറുത്ത് കരിവാളിച്ച ബിലാൽ, ചുണ്ട് തടിച്ചു തൂങ്ങി വൃത്തികേടാകുന്ന കോലമാണ്, കാണാനൊരു ചേലില്ലാത്ത ബിലാൽ. പക്ഷേ ആ ബിലാൽ റളിയല്ലാഹു അൻഹു ഉണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഹബീബ് സ്വർഗ്ഗത്തിൽ നിന്ന് മടങ്ങി വരികയാ. എന്നിട്ട് ബിലാൽ തങ്ങളെ ചോദിക്കുകയാണ്, ബിലാലേ, എന്ത് അമലാണ് ബിലാൽ
ബിലാലെ നീ ചെയ്യുന്നത്? എന്ത് അമലാണ് പ്രത്യേകമായി നീ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്താ റസൂലേ അങ്ങനെ എന്നോട് ചോദിക്കാൻ? ബിലാലെ, ഞാൻ സ്വർഗ്ഗത്തിലൂടെ നടക്കുമ്പോൾ സമയത്തു ദഫന ഇലൈക ബൈന യദൈ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ ഞാൻ നടന്നു പോകുമ്പോൾ എന്റെ മുന്നിലൂടെ നിന്റെ ചെരുപ്പിന്റെ ശബ്ദം ഞാൻ കേട്ടു ബിലാലേ. എന്റെ ചെരുപ്പിന്റെ, നിന്റെ ചെരുപ്പിന്റെ, അങ്ങയുടെ ചെരുപ്പിന്റെ ശബ്ദം ഞാൻ കേട്ടു ബിലാലേ. സ്വർഗ്ഗത്തിലാണെന്ന് മനസ്സിലാക്കണേ പ്രിയപ്പെട്ടവരെ. അല്ലാഹുവിന്റെ റസൂൽ നടന്നു പോകുന്നതിന്റെ തൊട്ടു മുന്നിലൂടെ ബിലാലിന്റെ ചെരുപ്പിന്റെ വാറിന്റെ ശബ്ദം കേൾക്കുന്ന ഹബീബ് തിരിച്ചു വന്നിട്ട് നബി തങ്ങൾ ബിലാലിനോട് ചോദിക്കുന്നു, എന്ത് അമലാ നീ ചെയ്തത്? അല്ലാഹുവിന്റെ റസൂലേ, ഞാനൊരു അമല് മുറുകെ പിടിക്കുന്നവനാ. ഏതാണ് അമലെന്ന് ചോദിക്കുമ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു മുത്തു റസൂലിനോട് പറഞ്ഞതെന്തെന്നറിയോ? യാ റസൂലല്ലാഹ്, ഞാൻ എപ്പോഴും ഒളുവോടുകൂടി നടക്കുന്നവനാ. ഒളു മുറിഞ്ഞു പോയാൽ പെട്ടെന്ന് ഞാൻ ഒളുവെടുക്കുന്നവനാ. എന്നിട്ട് ആ ഒളു ഞാൻ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കും. എപ്പോഴാണോ ഒളു മുറിഞ്ഞു പോകുന്നത് ആ സമയത്ത് പെട്ടെന്ന് തന്നെ ഞാൻ ഒളുവെടുക്കും നബിയെ. അങ്ങനെ ജീവിതത്തിൽ ഒളുവില്ലാത്ത ഒരു നിമിഷം എനിക്കുണ്ടായിട്ടില്ല. ഇത് ഞാൻ ചെയ്ത അമലാണ് എന്ന് റസൂലുള്ളാഹി തങ്ങളോട് ബിലാൽ തങ്ങൾ പറഞ്ഞപ്പോൾ, പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ ബിലാൽ തങ്ങളോട് പറഞ്ഞു, അത് തന്നെയാണ് ബിലാലെ, എന്റെ മുന്നിലൂടെ സ്വർഗ്ഗത്തിൽ നിനക്ക് നടക്കാൻ കഴിഞ്ഞതെന്ന് പറഞ്ഞ ഒരു വലിയ ഇബാദത്താണല്ലോ വളു. ആ വളു നമ്മൾ ചെയ്തുകൊണ്ടാകണം യാത്ര ആരംഭിക്കേണ്ടത്. വളുവോട് കൂടിയിട്ടാകണം നമ്മൾ ഖുർആൻ ഓതേണ്ടത്. വളുവോട് കൂടിയിട്ടാകണം നമ്മൾ അടുക്കളയിൽ പ്രവേശിക്കേണ്ടത്. വളുവോട് കൂടിയിട്ടാകണം നമ്മൾ എവിടെയും പോകേണ്ടത്. എന്തുകൊണ്ടെന്നറിയോ? ഏത് നിമിഷമാണ് ഖാബിലുൽ അർവാഹ് മലക്ക് ഇസ്രായീൽ അലൈഹിസ്സലാം വരുന്നത്? ആ സമയത്ത് നമ്മളെ റൂഹ് പിടിച്ചു കൊണ്ടുപോകുമ്പോൾ അൽഹംദുലില്ലാഹ്, നമുക്ക് ഒളുവോടുകൂടി മരിച്ചൂടെ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒളു എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി നമ്മൾ മാറ്റണേ. ഞാൻ പറഞ്ഞു വന്ന വിഷയം, അല്ലാഹുവിന്റെ റസൂലിന്റെ മിഅ്റാജിന് മുമ്പ് ഒരു ശുദ്ധികലശം അല്ലാഹു നടത്തിയെങ്കിൽ, ഹൃദയം കഴുകിയിട്ടാണ് റസൂലുള്ളാഹിനെ കൊണ്ടുപോയതെങ്കിൽ, നമ്മുടെ നമസ്കാരമാകുന്ന മിഅ്റാജിന് മുമ്പ് ഒരു ശുദ്ധികലശമുണ്ട്. അത് പരിശുദ്ധമായ വളു ആണ്. അല്ലാഹു മനസ്സിലാക്കാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ. രണ്ടാമത്തെ ബന്ധം മറക്കരുത്. ഇനി മൂന്നാമത്തെ ബന്ധം കേട്ടോളി. ഒന്ന്, ദുഃഖമുണ്ടായ സമയത്ത് മിഅ്റാജ് നബിതങ്ങൾക്ക് നമ്മുടെ ദുഃഖം മാറ്റാൻ നമ്മുടെ മിഅ്റാജ് നിസ്കാരം. രണ്ട്, മിഅ്റാജിന് പോകുന്നതിന് മുമ്പ് നബിതങ്ങളുടെ ഹൃദയം കഴുകി നമ്മുടെ നിസ്കാരമാകുന്ന മിഅ്റാജിന് മുമ്പ് നമ്മൾ വളുവെടുത്ത് നമ്മൾ അതിനോട് നമ്മൾ ഐക്യപ്പെടുന്നു. ഇനി മൂന്നാമത്തേത് കേട്ടോ. ഇനി മൂന്നാമത്തേത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ യാത്ര ആരംഭിക്കുമ്പോഴേക്ക് ഓരോ ആകാശത്തിന്റെ കവാടങ്ങളും തുറന്നു കൊടുത്തു. ഒന്നാം ആകാശം, രണ്ടാം ആകാശം, മൂന്നാം ആകാശം, 7 ആകാശങ്ങളുടെയും വാതിലുകൾ തുറന്നു കൊടുത്തിട്ടാണ് നബി തങ്ങൾ കയറിപ്പോയത്. ആലോചിച്ചു നോക്കൂ. ഓരോ ആകാശത്തിലും അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓരോ പ്രവാചകന്മാരെ കണ്ടു. ഓരോ പ്രവാചകന്മാരെയും കണ്ടു ഓരോ ആകാശത്തിൽ വെച്ച്. എന്നാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ മിഅ്റാജിന് ആകാശലോകങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ തുറക്കപ്പെട്ടുവെങ്കിൽ, നമ്മുടെ മിഅ്റാജ് നമസ്കാരത്തിലും അതേ അത്ഭുതം നടക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, ഇന്നൽ അബ്ദ ഇദാ ഖാമ ഫിസ്സലാ, ഒരു അടിമ നമസ്കാരത്തിന് വേണ്ടി കൈകെട്ടി കഴിഞ്ഞാൽ, ഒരാളെ നിസ്കാരത്തിന് വേണ്ടി കൈകെട്ടി കഴിഞ്ഞാൽ, അവനാണായാലും പെണ്ണായാലും അല്ലാഹുവിന് വേണ്ടി നമസ്കാരത്തിന് വേണ്ടി കൈകെട്ടി കഴിഞ്ഞാൽ, ഫുതിഹതു ലഹുൽ ബാബ്,
ആകാശത്തിന്റെ വാതിലുകൾ അവന്റെ മുന്നിൽ തുറക്കപ്പെടുകയാ. ആകാശവാതിലുകൾ അല്ലാഹു തുറന്നു കൊടുക്കുകയാ. പ്രിയപ്പെട്ടവരെ, മേറാജിലുണ്ടായ അതേ അനുഭവം അല്ലാഹുവിന്റെ റസൂലിനുണ്ടായ. ആകാശത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുന്നത് നമ്മുടെ മേറാജാകുന്ന നമസ്കാരത്തിൽ നമുക്ക് നേടാൻ കഴിയുകയാ. നമ്മൾ കരുതുന്നുണ്ടോ ആകാശത്തിന്റെ വാതിലുകൾ നമ്മുടെ നിസ്കാരം അറിയുന്നില്ല എന്ന്? അല്ല, ഓരോരുത്തരുടെയും രണ്ട് വാതിലുകൾ ആകാശത്തിലുണ്ടെന്നാണ്. ഓരോരുത്തർക്ക് രണ്ട് വാതിലുകളാണ് ആകാശത്തിൽ അല്ലാഹു സംവിധാനിച്ചിട്ടുള്ളത്. ഒന്നിലൂടെ നമ്മുടെ റിസ്ക് ഇറങ്ങി വരികയാ. ഇന്ന് ഞാൻ കഴിച്ച ഭക്ഷണം ഈ ഒരു വാതിലൂടെ താഴേക്ക് വന്ന ഭക്ഷണമാ. പ്രിയപ്പെട്ടവരെ, രണ്ടാമതൊരു വാതിലുണ്ട്. നമ്മുടെ അമലുകൾ കയറി പോകുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ട് വാതിലുകൾ അല്ലാഹു തന്നിട്ടുണ്ട്. ഓരോരുത്തർക്കും ആകാശത്തിൽ രണ്ട് വാതിലുകൾ ഉണ്ടെന്നാ റസൂല് പഠിപ്പിച്ചത്. നമ്മുടെ അമലുകളെ കയറി പോകുന്നത് ആകാശം അറിയുന്നുണ്ടല്ലോ. ഇത് ആകാശത്തിന്റെ ഒരാകാശത്തിന്റെ പ്രത്യേകത മാത്രമല്ല, 7 ആകാശങ്ങളുടെയും കവാടങ്ങൾ തുറക്കപ്പെട്ടിട്ടാണ് എന്റെ നിസ്കാരം കയറി പോവുക. നിസ്സാരമാണെന്ന് കരുതിയോ? ആരുടെ മുന്നിലാ കൈകെട്ടി നിൽക്കുന്നത്? പടച്ചവന്റെ മുന്നിലല്ലേ? അള്ളാന്റെ മുന്നിൽ കൈകെട്ടി നിൽക്കുമ്പോൾ 7 ആകാശത്തിന്റെയും വാതിലുകൾ അല്ലാഹു തുറന്നു തരികയാണ്. അത്ഭുതമാണ് നമ്മുടെ നമസ്കാരം. അത്ഭുതമാണ്. 7 ആകാശങ്ങളുടെയും വാതിലുകൾ തുറക്കപ്പെടാൻ നമ്മൾ നമസ്കരിക്കുന്ന നമ്മുടെ വീട്ടിലെ നമസ്കാര റൂം, നമ്മുടെ പള്ളിയിലെ മുസല്ല, നമ്മുടെ മസ്ജിദുകൾ അതിന് സാക്ഷ്യം വഹിക്കുന്നു. നിസ്സാരമാണോ? അള്ളാന്റെ ഹബീബിനുണ്ടായ അതേ അനുഭവം നമ്മുടെ മേറാജാകുന്ന നിസ്കാരത്തിലൂടെയും നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നു. ഇത് മൂന്നാമത്തെ ബന്ധമാണ്. ആകാശത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുന്നു. അത് കഴിഞ്ഞോ? ഞാൻ ചുരുക്കി പറയാൻ, അത് കഴിഞ്ഞാൽ സമയമായ ബക്കറ്റിന് സമയം കഴിഞ്ഞു പോരെ? 1 മണിക്കൂറായി. ഇനി 1 മണിക്കൂറുടെ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് ഞാൻ തീർത്തേക്കാം. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. നമ്മുടെ സമയത്തിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു നമ്മുടെ സമയത്തിൽ ബറക്കത്ത് ചൊരിയട്ടെ. ഞാൻ പറഞ്ഞതിന്റെ പേരിൽ നിങ്ങൾ ആമീൻ പറയാൻ വേണ്ട. ഞാൻ പറഞ്ഞതിന്റെ പേരിൽ നിങ്ങൾ സ്വലാത്ത് ഇല്ലേം വേണ്ട. അതിൽ പ്രതിഫലം കുറവാണ്. നമ്മുടെ സ്വയം മനസ്സിൽ നിന്ന് പറയണം, ഇതെന്റെ ബാധ്യതയാണെന്നുള്ളത്. പണ്ട് ഒരു രാജാവ് ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. ഒരു തടാകം, ആ തടാകം നീന്തി കയറുന്നവന് എന്റെ സുന്ദരിയായ റാണിയെ കല്യാണം കഴിച്ചു തരും. മകളെ കല്യാണം കഴിച്ചു തരും. എന്റെ രാജ്യത്തിന്റെ പകുതിയും ഞാൻ തരും. രാജ്യത്തിന്റെ പകുതിയും റാണിയെ, രാജാവിന്റെ പുത്രിയെ കല്യാണം കഴിച്ചു തരും. ചെറുപ്പക്കാരൊക്കെ തയ്യാറായി. ചുളുവിന് കിട്ടല്ലേ? നല്ലൊരു മോളെയും പകുതി രാജ്യം. ഇനി എന്താ വേണ്ടത്? നീന്തൽ അറിയാത്തവരൊക്കെ നീന്തൽ പഠിച്ചു. പക്ഷെ മത്സരത്തിന്റെ ദിവസം എത്തിയപ്പോഴാണ് എല്ലാവരും അത്ഭുതപ്പെട്ടത്. എന്താണെന്നറിയോ? ഈ വിശാലമായ തടാകത്തില് ഭീമാകാരന്മാരായ മുതലകളുണ്ട്. ആ മുതലകളുള്ള കുളത്തില്, ആ മുതലകളുള്ള തടാകത്തിൽ വേണം നീന്തി കയറാൻ. ഇയാൾക്കൊരു ചെറിയൊരു തമാശ തോന്നിയതാ, കുറെ എണ്ണം തീരട്ടെ എന്ന് വെച്ചിട്ട്. ചെറുപ്പക്കാരൊക്കെ നീന്തൽ പഠിച്ചതൊക്കെ വെറുതെ ആയി. കാരണം കിട്ടിയാ കൊള്ളാം, രാജാവിന്റെ മോളയും കിട്ടും, പകുതി രാജ്യവും കിട്ടും. പക്ഷെ കര കയറാൻ പറ്റണ്ടേ? ജീവൻ തിരിച്ചു കിട്ടണ്ടേ? ഭീമാകാരമായ മുതലകളാണ്. ആരും ഇറങ്ങിയില്ല. എല്ലാവരും മടിച്ചിങ്ങനെ നിൽക്കുക. കൊതിയോടെ വന്നവരൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോ ഒരുത്തൻ ഒരൊറ്റ ചാട്ടം. എങ്ങനെയോ അവൻ പ്രാണരക്ഷാർത്ഥം മറുകര എത്തി. എങ്ങനെയോ മറുകര പിടിച്ചു. ജനങ്ങൾ ഒന്നടങ്കം പറഞ്ഞു, രാജാവിന്റെ മകളെ കെട്ടിച്ചും കൊടുക്കണം, പകുതി രാജ്യവും കൊടുക്കണം. രാജാവ് സമ്മതിച്ചു. എന്റെ രാജ്യത്തിന്റെ പകുതി നിനക്ക് ഭരിക്കാൻ തരാം, എന്റെ മകളെ നിനക്ക് കല്യാണം കഴിപ്പിച്ചും തരാം. ജനങ്ങളെല്ലാം വലിയ സന്തോഷവാന്മാരായി. പക്ഷെ ഇവന് മാത്രം ഇതൊന്നും ശ്രദ്ധിക്കാൻ സമയമില്ല. ഇവൻ അപ്പോഴും തിരിഞ്ഞു നിന്ന് ചോദിക്കുന്ന ചോദ്യം എന്താണെന്നറിയോ? എന്നെ ആരടാ പിടിച്ച് തള്ളിയത്? എന്നെ ആരാണ് തടാകത്തിൽ പിടിച്ച് തള്ളിയത്? അതെനിക്കിപ്പോ അറിയണം. കാരണം അവൻ സ്വയം നല്ല മനസ്സോടെ ഇറങ്ങിയതല്ല. അവൻ ആരോ പുറത്തെ തള്ളിക്കൊടുത്തു, അവൻ ചാടി വീണു, അവൻ നീന്തി കയറി. നമ്മൾ സ്വയം ചെയ്യുന്ന കാര്യത്തിലെ ആത്മാർത്ഥത ഉണ്ടാവുള്ളൂ.
വഴിയെ പോകുന്നവരെ കേറിയിരിക്കെന്ന് പറയേണ്ട കാര്യമില്ല. കല്യാണത്തിനാണെങ്കിൽ അങ്ങനെ കയറുമോ? കല്യാണത്തിന് അങ്ങനെ വിളിക്കേണ്ടി വരുമോ? കല്യാണത്തിന് നമ്മളെ നിക്കാഹ് കഴിഞ്ഞാൽ റബ്ബേ ഒരു കസേര കിട്ടാൻ വേണ്ടിയുള്ള ഓട്ടം ഉണ്ടല്ലോ, ഒരു കസേര കിട്ടാൻ വേണ്ടി. അപ്പോഴൊക്കെ പിന്നെ മൊയ്ലിയാര് കാളി മുക്രി അതൊന്നും ഒരു പ്രശ്നമില്ല. പെണ്ണുങ്ങളെ കാലും മടക്കിയാണ് അടിക്കുന്നത്. കാരണം ഒരു കസേര പോയാൽ അടുത്ത ട്രിപ്പിൽ ഇരിക്കാൻ പറ്റൂ. അത് തിന്ന് തൊണ്ടയ്ക്ക് താഴെ ഇറങ്ങിയാൽ മാലിന്യം. പക്ഷെ ഇവിടെ കൊടുക്കുന്നത് എന്താ? സ്വർഗത്തിൽ ഉന്നതമായ പദവി കിട്ടുന്ന കാര്യങ്ങൾ. നമ്മൾ മത്സരിക്കണം ഈ വിഷയത്തിൽ. അതുകൊണ്ട് സ്വലാത്തും ആമീനും ദിക്ർ ഇതൊന്നും അൽഹംദുലില്ലാഹ്. ഒരു കാര്യം ഞാൻ പറയാം, എനിക്ക് 1 മണിക്കൂറായി, നിങ്ങൾ ആരും എഴുന്നേറ്റിട്ടില്ല. ഞാനിത് ആദ്യം പറയുന്നത് എന്തെന്നറിയോ? ഒരാളും എഴുന്നേക്കരുത്. ഒരാൾ എഴുന്നേറ്റ് പോയാണ്ടല്ലോ ബാക്കി എല്ലെണ്ണോ അതിന്റെ പുറകെ ഇങ്ങനെ. ഒരു സദസ്സിൽ പോയപ്പോഴ് എനിക്ക് ആകെ ഒരു വല്ലായിക തോന്നി. ഞാൻ 1.5 മണിക്കൂർ കൊണ്ട് പ്രസംഗം നിർത്തിയിട്ട് ഞാൻ ചോദിച്ചു, ഉസ്താദ് ഇതെന്താ ഈ കൗം ഇങ്ങനെ? അവൻ പറഞ്ഞു, ഉസ്താദ് ഇത് ആര് വന്നാലും ഇങ്ങനെ തന്നെ. നിങ്ങൾ വന്നപ്പോഴും 1.5 മണിക്കൂർ അങ്ങനെ ഇരുന്നല്ലോ, ഇന്നലെയൊക്കെ 1 മണിക്കൂർ ആയപ്പോഴേ എഴുന്നേറ്റ് തുടങ്ങി. അവർക്ക് ടൈമില്ല, വെറുതെ വന്നിങ്ങനെ ഇരുന്ന് കണ്ട് കേട്ട് പായസമോ കുടിച്ചോട്ട് ഒരൊറ്റ പോക്ക്. പിന്നെ അവസാനത്തെ ദിവസം ഉസ്താദ് ഇവിടെ ഒന്നും പിടിച്ച ആളെ കിട്ടൂല. പോലീസിന്റെ 2 വണ്ടി പോലീസ് ഇറക്കിയാലും ഇവിടെ നിയന്ത്രിക്കാൻ പറ്റൂല. കാരണം എന്താ? അന്നാണ് ചോറ് കൊടുക്കുന്നത്. അപ്പൊ അതാ അള്ളാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ നമസ്കാരം കൊണ്ടുള്ള മേറാജിന്റെ 3ാമത്തെ ബന്ധം ഇതാണ്. ആകാശത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടും. ഇനി കേട്ടോ, ഇന്ന് ഇതല്ലാതെ വേറെ എന്ത് പറയാന്? ഇതല്ലേ പറയേണ്ടത്? ഈ രാത്രി എത്ര ശാന്തമാണ്, ഈ രാത്രി എത്ര ശാന്തമാണ്. ഇതേപോലത്തെ ഒരു രാത്രിയിലാണ് ഈ ആകാശലോകങ്ങളെ കീറി മുറിച്ചുകൊണ്ട് നമ്മുടെ നായകൻ ആകാശരോഹണം നടത്തപ്പെട്ടത്. ഇതേ രാത്രിയിലാണ്. ആ രാത്രിയിൽ 114 പുറത്ത് ആ പ്രവാചകന്റെ യാത്രയെപ്പറ്റി പറയാനല്ല നമ്മളെ തെരഞ്ഞെടുത്തല്ലോ. ആ ഹബീബിനോടുള്ള പ്രണയവും ആ ഹബീബിനോടുള്ള സ്നേഹവും ആ ഹബീബിനോടുള്ള താല്പര്യവുമല്ല നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളറകളിൽ, നമ്മുടെ അകതാരിന്റെ അകക്കാമ്പിൽ അണപൊട്ടി ഒഴുകുന്നില്ലേ? അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, മേറാജിന്റെ 4ാമത്തെ ബന്ധം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് 7 ആകാശങ്ങളും കടന്നു പോയി സിദ്റത്തുൽ മുൻതഹായത്തി ജിബ്രീൽ മാറി. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് ഒറ്റയ്ക്കാണ് പിന്നെ അങ്ങോട്ട് പോയത്. അങ്ങനെ പോയി 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 എന്താ സംഭവിച്ചതെന്നറിയോ? അല്ലാഹുവിനെ അങ്ങ് കാണുകയാ. ഇന്ന് വരെ പടച്ചവനെ നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. നമ്മൾ കണ്ടിട്ടുണ്ടോ? ഒരിക്കലുമില്ല. ആരെങ്കിലും അല്ലാഹുവിനെ കണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം അല്ലാഹുവിനെ കാണാൻ ഈ ഭൗതിക ലോകം വിശാലമല്ല. അല്ലാഹുവിനെ കാണാൻ ഈ ദുനിയാവ് പോരാ. അല്ലാഹുവിനെ കാണാൻ ഈ സംവിധാനങ്ങളൊന്നും പോരാ. അല്ലാഹുവിന്റെ പ്രകാശമാ പ്രകാശം തൂർ സീനാ പർവ്വതത്തിന്റെ മുകളിൽ പ്രത്യക്ഷപ്പെട്ട ആ ഒരു പ്രകാശമുണ്ടല്ലോ. മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പറഞ്ഞല്ലോ, പടച്ചവനെ എനിക്ക് നിന്നെ ഒന്ന് കാണണം. അല്ലാഹു പറയുന്നു, മൂസാ നിനക്കതിന് കഴിയൂലല്ലോ. ഇല്ല റബ്ബേ, എനിക്ക് നിന്നെ ഒന്ന് കണ്ടാലേ പറ്റൂ. മൂസാ നബിയോട് അല്ലാഹു പറഞ്ഞു, നിനക്ക് വിശ്വാസമില്ലേ മൂസാ? അല്ല അല്ലാഹുവേ, എനിക്കൊന്ന് കാണണം നിന്നെ. ആ സമയത്ത് അല്ലാഹു മൂസാ നബി എന്ന തന്റെ പ്രിയപ്പെട്ട കലീമിനോട് പറയുകയാണ്, അപ്പുറം നിർബന്ധമാണെങ്കിൽ തൂർ സീനാ പർവ്വതത്തിന്റെ അവിടെ ഒന്ന് വരുവോ? തൂർ സീനാ പർവ്വതത്തിന്റെ ചുവട്ടിൽ മൂസാ നബി അലൈഹിസ്സലാം എത്തുകയാ. അല്ലാഹുവിന്റെ പ്രകാശത്തിന്റെ കോടാന 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 കോടി രശ്മികളിൽ ഒരു രശ്മി അതാ പർവ്വതത്തിന്റെ മുകളിൽ പ്രത്യക്ഷപ്പെടുകയാ. അല്ലാഹു നൂറുസ് സമാവാതി വൽ അർളി മതല നൂരിഹി കമിഷ്കാത്തിൻ ഫീഹാ മിസ്ബാഹ് അൽ മിസ്ബാഹു ഫീ സുജാജ അസ്സുജാജതു കഅന്നഹാ കൗകബുൻ ദുദ്ദിയ്യിൻ യുഖദു മിൻ ശജറത്തിൻ മുബാറക സൈതൂനത്തിൻ ലാ ശർഖിയ്യത്തിൻ വലാ ഗർബിയ്യ യകാദു സൈതുഹാ യുളീ വലൗ ലം തംസസുഹു നാർ നൂറുൻ അലാ നൂർ നൂറുൻ അലാ നൂർ.
പ്രകാശത്തിന്റെ മേൽ പ്രകാശമാണ്. പ്രകാശത്തിന്റെ മേൽ പ്രകാശം എന്ന് പറഞ്ഞാ നിങ്ങൾക്ക് തിരിയൂലെങ്കിൽ ഞാൻ പറയാ, പ്രിയപ്പെട്ടവരെ, ഒരു നല്ല വെട്ടമുള്ള ഒരു ടോർച്ച് എടുത്ത് ഇരുളിലേക്ക് നിങ്ങളും നടിച്ചാൽ നമുക്ക് കാണാൻ പറ്റുമല്ലോ. ആ പ്രകാശം നമുക്ക് കാണാം. ആ പ്രകാശം എവിടെയാണോ പതിക്കുന്നത് അവിടെയും നമുക്ക് കാണാം. അതേ പ്രകാശം, അതേ ടോർച്ച് ഈ ലൈറ്റിലേക്ക് നമ്മളും നടിച്ചാൽ ആ പ്രകാശം നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല. നമ്മളടിക്കുന്ന പ്രകാശം ആ പ്രകാശത്തിൽ ചെന്ന് കൊള്ളുമ്പോൾ നമുക്കത് കാണാൻ പറ്റൂലല്ലോ. നൂറുൻ അലാ നൂർ. അല്ലാഹുവിന്റെ പ്രകാശമല്ല, പ്രകാശത്തിന്റെ മേൽ പ്രകാശമാണ്. അത് കാണാനുള്ള കണ്ണുകൾ നമുക്കില്ല. തൂർ സീനാ പർവ്വതത്തിന്റെ മുകളിൽ പ്രത്യക്ഷപ്പെട്ടത് കോടാന 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 കോടി രശ്മികളിൽപ്പെട്ട ഒരു ചെറിയ രശ്മിയാണ്. ആ വലിയ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ പപ്പടം പോലെ പർവ്വതം പൊടിഞ്ഞങ്ങ് വീഴുകയാ. ശക്തനായ പ്രവാചകൻ മൂസാ നബി അലൈഹിസ്സലാം മോഹാലസ്യപ്പെട്ടങ്ങ് വീഴുകയാ. ബോധം കെട്ട് വീണു പോവുകയാ. അള്ളാന്റെ പ്രകാശത്തിന്റെ രശ്മിയെ കണ്ടു തീർക്കാൻ ആർക്കും കഴിയൂല. പക്ഷേ മിഅ്റാജിന്റെ യാത്രയില് റജബ് മാസം 27 രാത്രിയുടെ നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് എന്റെയും നിങ്ങളുടെയും രോമാഞ്ചം, വികാരം, നമ്മുടെ ചങ്കിലെ ചോര, കണ്ണിന്റെ കൃഷ്ണമണി, കരളിന്റെ തുടിപ്പ്, ഹൃദയത്തിന്റെ തുടിപ്പ്, ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടല്ലോ. അത് മിഅ്റാജിലാണെങ്കിൽ നമ്മുടെ മിഅ്റാജ് നിസ്കാരമല്ലേ? ആ നമസ്കാരം എന്ന മിഅ്റാജിൽ നമുക്ക് റബ്ബ് തരുന്ന സമ്മാനം എന്തെന്നറിയോ? ഇന്നക്കും സതറൗന റബ്ബക്കും കമാ തറൗനൽ ഖമറ ലൈലത്തൽ ബദ്രി. 14 പൗർണമിയെ നിങ്ങൾ കാണുമ്പോൾ, ചന്ദ്രൻ ഉദിച്ചു നിൽക്കുമ്പോൾ, ആ ചന്ദ്രൻ പരിപൂർണ ചന്ദ്രനാകുന്ന സമയത്ത് പിറകാണുന്നത് ഹിലാലാണ്, പിന്നെ അത് ഖമറാണ്, പിന്നെ അത് ബദറാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് പിന്നെ അത് ബദറാണ്, പിന്നെ അത് ഖമറാണ്. അങ്ങനെയാണ് പൂർണ്ണചന്ദ്രൻ ഒരു ഒറട്ടി പോലെ നമ്മൾ കാണുമല്ലോ. ആ പരിപൂർണ ചന്ദ്രനെ, നിലാവുള്ള രാത്രി നമ്മൾ കാണുന്നത് എങ്ങനാണ്? അതുപോലെ നിങ്ങൾക്ക് നാളെ റബ്ബിനെ കാണാ, നാളെ പടച്ചവനെ നിങ്ങൾക്ക് കാണാ. ഈ സമ്മാനം അല്ലാഹു നമുക്ക് തരുന്നല്ലോ. പ്രിയപ്പെട്ടവരെ, അത് നമസ്കാരത്തിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയുള്ളൂ. കാരണം സ്വർഗത്തിന്റെ വാതിൽ നിസ്കാരമാണ്. സ്വർഗത്തിൽ കയറിയിട്ടേ പടച്ചവനെ കാണാൻ പറ്റുള്ളൂ, അല്ലാതെ നമുക്ക് കാണാൻ സാധ്യമല്ല. അതുകൊണ്ട് 4ാമത്തെ ബന്ധമാണ് പ്രിയപ്പെട്ടവരെ, മിഅ്റാജിൽ അല്ലാഹുവിന്റെ ഹബീബ് അല്ലാഹുവിനെ കണ്ടെങ്കിൽ നമ്മുടെ മിഅ്റാജാകുന്ന നമസ്കാരത്തിലൂടെ നമുക്ക് നമ്മുടെ അല്ലാഹുവിനെ കാണാം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. 4ാമത്തെ ബന്ധം. ബക്കറ്റിന് സമയമായ ബക്കറ്റ് ഉണ്ട് എവിടെ? റജബ് മാസത്തിലല്ലേ നമ്മളുള്ളത്. 27ാമത്തെ രാവിലെ നല്ല ദിവസം, ഒരൊറ്റ നിയത്ത് വെച്ചോളി. നല്ലൊരു ഹദിയ എല്ലാവരും എടുത്തിട്ട്, അല്ലാഹുവേ, മരിക്കുന്നത് വരെ നിസ്കാരം മുടങ്ങിപ്പോകുന്ന ഒരു ദുരവസ്ഥ നീ വരുത്തരുതേ എന്ന് നിയത്താക്കിയിട്ട് ഇൻഷാ അല്ലാഹ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു നമ്മുടെ സദഖയിൽ, സമ്പത്തിൽ, നമ്മുടെ സംരംഭങ്ങളിൽ, നമ്മുടെ കച്ചവടങ്ങളിൽ, നമ്മുടെ ഭവനങ്ങളിൽ, കുടുംബത്തിൽ, യാത്രകളിൽ ഒക്കെ അല്ലാഹു ബറക്കത്ത് ചൊരിയട്ടെ ഇൻഷാ അല്ലാഹ്. കാര്യമായ നിലയിൽ എല്ലാവരും ബക്കറ്റിൽ സദഖ നിക്ഷേപിക്കും. അല്ലാഹു നമുക്ക് കൊടുക്കാനും കൊടുക്കുന്നത് കബൂലിയത്തുള്ളതാകാനും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതാണ് 4ാമത്തെ ബന്ധം. ഇനി കേട്ടോളി, 5ാമത്തെ ബന്ധം. ചുരുക്കി പറയാൻ വിശദീകരണങ്ങളുടെ ആവശ്യമില്ല. ഇനി 5ാമത്തെ ബന്ധം, അള്ളാഹുവിനെ കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹനെ കണ്ടത് മാത്രമല്ല, അള്ളാഹുവിനെ കണ്ടത് മാത്രമല്ല, കേട്ടോളി, നബി തങ്ങളുടെ മിഅ്റാജിൽ 5ാമത്തെ ബന്ധം, 5ാമത്തേത് അള്ളാഹനെ കണ്ടു എന്ന് മാത്രമല്ല, അള്ളാഹുലേക്ക് അങ്ങ് അടുത്തു. അള്ളാഹുലേക്ക് അങ്ങ് അടുത്തു. ഖാബ ഖൗസൈനി. ഇതിനപ്പുറം ഇനി അടുക്കാൻ
ഇല്ലാത്ത നിലയിൽ അള്ളാഹുവും അവന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും കൂടി അങ്ങ് അടുത്തു. വല്ലാത്തൊരടുപ്പമാണ്. ആ അടുപ്പം ലോകത്തൊരൊറ്റ പ്രവാചകന്മാർ മനുഷ്യർക്കെന്നല്ല ഒരു പ്രവാചകന്മാർക്ക് പോലും അള്ളാഹു കൊടുത്തിട്ടില്ല. അള്ളാഹുവിനെ കാണുക മാത്രമല്ല, അള്ളാഹുവിലേക്ക് അങ്ങ് അടുത്ത് ലയിച്ചു, അള്ളാഹുവിലേക്ക് അങ്ങ് ലയിച്ച് ചേർന്നു അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മേറാജിലാണ്. എന്നാൽ നമ്മുടെ മേറാജ് അത് 5 നേരത്തെ നമസ്കാരമാണല്ലോ. എന്നാൽ ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, അഖറബു മാ യകൂനുൽ അബ്ദു മിൻ റബ്ബിഹി വഹുവ സാജിദു. സഹോദരങ്ങളെ, വീട്ടിൽ നിന്നൊരാൾ ഒളുവെടുക്കുകയാ. ഒളുവെടുക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, അവൻ ഒളുവെടുത്തുകൊണ്ട് റവാത്തിബ് നിസ്കരിക്കുകയാ. എന്നിട്ട് അവന് പള്ളിയിലേക്ക് നടന്നോ വാഹനത്തിലോ പോവുകയാണ്. യഥാർത്ഥത്തിലും നടന്നാണ് പോകേണ്ടത്. ഓരോ ചുവട്ടടിക്കും അവന് പ്രതിഫലം കിട്ടുകയാ. ഒരു കാൽ ചുവട് വെക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ പാപം കൊഴിയുകയാണ്, അവന് പദവി ഉയരുകയാണ്, അവൻ അല്ലാഹു തആല നന്മകൾ കൊടുക്കുകയാണ്. അങ്ങനെ അല്ലാഹുവിലേക്ക് ഓരോ പള്ളികളിലേക്കും ഓരോ ചുവടുകൾ അടുക്കും തോറും അവൻ അടുക്കുന്നത് അല്ലാഹുവിലേക്കാണ്. അവിടെ ചെന്ന് അല്ലാഹുവിന് വേണ്ടി പള്ളിക്കകത്ത് കയറിയിട്ട് ഇഅ്തികാഫിന്റെ നിയ്യത്തോടെ തഹിയ്യത്ത് നിസ്കരിക്കുകയാ. എന്നിട്ട് അവൻ അവിടെ തന്നെ ഇരിക്കുമ്പോൾ അവൻ ഇഖാമത്ത് കൊടുക്കുകയാണ്. ആ സമയത്ത് അവന് കൈകെട്ടുകയാ. കൈകെട്ടുമ്പോൾ അല്ലാഹുവിലേക്ക് അങ്ങ് അടുക്കുകയാ. എന്നിട്ട് അവൻ റുകൂഇൽ പോവുകയാണ്. അവിടെയും അല്ലാഹുമായിട്ട് അങ്ങ് അടുക്കുകയാണ്. അങ്ങനെ അടുത്തടുത്ത് അവസാനം അവന് ഒരു അടുപ്പം അങ്ങ് സിദ്ധിക്കുകയാ. അത് ഏത് അടുപ്പമെന്നറിയോ? ഏറ്റവും വലിയ അടുപ്പമാ. ആ അടുപ്പം ഏതെന്നറിയോ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ? ഇന്ന് വരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ പെങ്ങളെ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഒരു മനുഷ്യൻ അവന്റെ ഉടമസ്ഥനായ അല്ലാഹുമായിട്ട് അടുക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ അടുപ്പമേതെന്നറിയോ? ഒരു അടിമ ഉടമയുമായിട്ട് അടുക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ അടുപ്പമേതെന്നറിയോ? അഖറബു മാ യകൂനുൽ അബ്ദു മിൻ റബ്ബിഹി വഹുവ സാജിദു. ഒരു മനുഷ്യൻ അല്ലാഹുവിലേക്ക്, യജമാനനിലേക്ക് അടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ അടുപ്പം എപ്പോഴാണ്? ഹജ്ജിന് പോകുമ്പോഴല്ല, ഉംറയ്ക്ക് പോകുമ്പോഴല്ല, സകാത്ത് കൊടുക്കുമ്പോഴല്ല, പ്രിയപ്പെട്ടവരെ ഇഅ്തിദാലിലല്ല, ഖിയാമിലല്ല, റുകൂഇലല്ല. ഏറ്റവും വലിയ അടുപ്പം എപ്പോഴെന്നറിയോ? അവന് സുജൂദിൽ കിടക്കുമ്പോഴാണ്. ആരുടെ മുന്നിലും തല കുനിക്കാത്ത മനുഷ്യനുണ്ടല്ലോ, ഒരിക്കലും ആരുടെ മുന്നിലും കുനിക്കാത്ത ശിരസിന്റെ ഉടമയുണ്ടല്ലോ. നടന്നു പോകുന്ന നിലത്ത്, കാലുകൾ വയ്ക്കുന്ന നിലത്ത് ഏറ്റവും മ്ലേച്ഛമായി നമ്മൾ കാണുന്ന നമ്മുടെ പൃഷ്ഠഭാഗത്തെ ആ തലയേക്കാൾ ഉയർത്തി വെച്ചിട്ട് അല്ലാഹുവിന്റെ മുന്നിൽ നമ്മൾ ശിരസ് കുനിച്ചിട്ട് നമ്മൾ പറയുന്നത് എന്താ? സുബ്ഹാന റബ്ബിയൽ അഅ്ലാ, സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി. നീയാണ് ഉന്നതനായ അല്ലാഹ്, നീയാണ് സർവശക്തനായ അല്ലാഹ്, നീയാണ് സർവസംവിധായകനായ അല്ലാഹ്. ഇത് പറഞ്ഞിട്ടൊരു ഉടമയായ അല്ലാഹുവിനോട് അടിമയായ മനുഷ്യൻ അടുക്കുന്ന ഏറ്റവും വലിയ അടുപ്പം അവന്റെ സുജൂദിലാണെങ്കിൽ, റജബ് മാസം 27 നമ്മുടെ ഹബീബ് അല്ലാഹുവിലേക്ക് അടുത്തത് മേറാജിനാണെങ്കിൽ, നമ്മുടെ മേറാജാകുന്ന നമസ്കാരത്തിലൂടെ 5ാമത്തെ ബന്ധമേതാ? അല്ലാഹുവിലേക്കുള്ള അടുപ്പമാ. അല്ലാഹുവിലേക്കുള്ള അടുപ്പമാ. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യൻ അടിമയായ നമ്മൾ അല്ലാഹുവിലേക്ക് അടുക്കാൻ പറ്റുന്നത് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോഴല്ല, പള്ളിക്ക് വേണ്ടി പൈസ കൊടുക്കുമ്പോഴല്ല, അതുപോലെ തന്നെ ആലിമീങ്ങളെ സ്നേഹിക്കുമ്പോഴല്ല, നമ്മൾ നോമ്പ് പിടിക്കുമ്പോഴല്ല, ഹജ്ജിനും ഉംറയ്ക്കും പോകുമ്പോഴല്ല. പിന്നെ എപ്പോഴെന്നറിയോ? ഇന്ന് വരെ ഒരുത്തന്റെ മുന്നിലും കുനിക്കാത്ത ശിരസ് ഉണ്ടല്ലോ, ആ ശിരസ് നിരത്ത് വെച്ചിട്ട് നമ്മൾ അല്ലാഹുവിനോട് പറയുകയാണ്, നീയാണ് ഉന്നതൻ റബ്ബേ, ഞാൻ ഒന്നുമല്ല. അബുൽ കലാം ആസാദിനോട് ചോദിച്ചല്ലോ, നിങ്ങളുടെ നിസ്കാരം നിങ്ങൾക്ക് സമ്മാനിക്കുന്നത് എന്താണ്? ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, എന്റെ വീട്ടിലെ ജോലിക്കാരൻ. അത് തന്നെയാണ് 5ാമത്തെ ബന്ധം. അത് തന്നെയാണ് 5ാമത്തെ ബന്ധം. അല്ലാഹുവിലേക്ക് അങ്ങ് അടുത്തു. നമ്മളോ
സുജൂദിൽ അങ്ങ് അടുത്തടുത്തടുത്ത് അഖ്റബ്, ഏറ്റവും വലിയ അടുപ്പം. ഇനി അതിനപ്പുറത്തൊരു അടുപ്പം ഇല്ല. അബുൽ കലാം ആസാദ്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആലോചിക്കണേ, 12 ഭാഷകളിൽ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള അബുൽ കലാം എന്ന് പറഞ്ഞാൽ ഭാഷാഹുവിലേക്ക് അടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ അടുപ്പ് എപ്പോഴാ? സുജൂദില്. അതുകൊണ്ട് സുജൂദ് അല്ലാഹുവിലേക്ക് അടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ അടുപ്പ് എപ്പോഴാ? സുജൂദില്. അതുകൊണ്ട് സുജൂദുകൾ അധികരിപ്പിക്കും, സുജൂദുകൾ അധികരിപ്പിക്കും, അല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ കഴിയും. അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഒരിക്കൽ പോലും, അതുകൊണ്ടാണ് എല്ലാത്തിനും സുജൂദ്. സുബ്ഹാനല്ലാഹ്, എല്ലാത്തിനും സുജൂദാണ്. സുജൂദില്ലാത്തപ്പോഴാ? ഒരു നിമിഷം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു കള്ളുകുടിയൻ ആ കള്ളുകുടിയൻ നടന്നു പോവുക, കള്ളും കുടിച്ചിട്ട് ബോധമില്ല, അവന്റെ അരയിൽ മുണ്ടില്ല, ഉമ്മാണോ പെങ്ങളാണോ ഭാര്യയാണോ മോളാണോ ഒരു തിരിച്ചറിവില്ലാത്ത കഴുത മദ്യപിച്ചിട്ട് പോകുമ്പോ നമ്മൾ എന്തു വേണം? അവൻ കാണത്തക്ക നിലയിൽ ഒരു സുജൂദ് ചെയ്യണം, ശുക്രിന്റെ സുജൂദ്. എന്തിനാ? അൽഹംദുലില്ലാഹ്, നീ എന്നെ യവനെ പോലെ ആക്കിയില്ലല്ലോ പടച്ചവനെ. അവൻ കാണുന്ന രീതിയിൽ സുജൂദ് ചെയ്യണമെന്നാണ്. പലിശക്കാരൻ, പുതിയാപ്പള ഒരുങ്ങി പോകുന്ന കോമാളി ഇല്ലേ, അതിന് ഒപ്പുവെച്ചു കൊടുക്കുന്ന കമ്മിറ്റിക്കാരില്ലേ, യവനെ ഒക്കെ കാണുമ്പോ ഒരു സുജൂദ് ചെയ്യണം. എന്തിന്? പടച്ചോനെ, എന്നെ യവനെ പോലെ ആക്കിയില്ലല്ലോ അല്ലാ. കമ്മിറ്റിക്കാർ സുജൂദ് ചെയ്യണം. അപ്പോൾ എന്തിനാ? അല്ലാ, ഈ കമ്മിറ്റിക്കാരെ പോലെ അധപ്പതിച്ചവന്മാരാക്കി എന്നെ മാറ്റിയില്ലല്ലോ പടച്ചോനെ എന്ന് നീയത്താക്കിയിട്ടൊരു സുജൂദ്, ശുക്രിന്റെ സുജൂദ്. അവന് മനംമാറ്റം വരണം, അവൻ മാറണം. ശരിയാണ്, വിശ്വാസികളൊക്കെ എന്നെ കാണുമ്പോൾ സുജൂദ് ചെയ്യാൻ ഞാൻ അത്രയും വലിയ പാപിയാണോ? നിർത്തി, ഇതോടുകൂടി നിർത്തി. അവന് മനംമാറ്റം വരണം. അപ്പോഴും ശരീഅത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, നീ അവന്റെ മുമ്പ് പോയി സുജൂദ് ചെയ്യും, അവൻ ചവിട്ടി താഴ്ത്തി കളയും. അപ്പൊ അതുകൊണ്ട് നിന്റെ ശരീരത്തിന് ഇടങ്ങേറ് ഭയന്നാണെങ്കിൽ നീ ചെയ്യരുത്. ഇനി ക്യാൻസർ രോഗി, കുഷ്ഠരോഗി, വെള്ളപ്പാണ്ട് രോഗി, ട്യൂമർ ബാധിച്ചവൻ, ശരീരത്തിന്റെ അവയവങ്ങൾ മുറിച്ചു മാറ്റിയവൻ, മാരകമായ രോഗത്തിന് അടിമയായവൾ, അവനെ കാണുമ്പോഴും നീ സുജൂദ് ചെയ്യണം. പക്ഷേ അതവൻ കാണരുത്. അവൻ കാണാതെ നീ സുജൂദ് ചെയ്യണം. എന്തിനെന്നറിയോ? അൽഹംദുലില്ലാഹ്, ശുക്രിന്റെ സുജൂദ്. പടച്ചവനെ, നീ എന്നെ ഇതുപോലൊരു രോഗിയാക്കിയില്ലല്ലോ. അതവൻ കാണരുത്. ശരീഅത്തിന്റെ നിയമമാണ്, കാരണം അവന് വിഷമമാകും. സുജൂദല്ലേ അവിടെയും. പിന്നെപ്പോഴാ സുജൂദ്? നിസ്കാരത്തിൽ എന്തെങ്കിലും മറന്നുപോയി, അവസാനം 2 സുജൂദ്. അല്ലാഹുവേ മാപ്പാക്കണം, ഞാൻ മറന്നുപോയതാ, എനിക്ക് തെറ്റുപറ്റിപ്പോയി അല്ലാ. നിന്നോടുള്ള നിസ്കാരത്തിൽ ഒരു റക്അത്ത് കുറഞ്ഞില്ലെങ്കിൽ കൂടിയില്ലെങ്കിൽ വസ്വാസായി ഇല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷനായി. സുബ്ഹാന മല്ലാ യനാമു വലാ യസ്ഹു. അല്ലാഹുവേ, ഉറക്കോ മറതിയൊന്നും ഇല്ലാത്ത നീയാണല്ലോ, എനിക്കിതൊക്കെ ഉണ്ട് റബ്ബേ, പറ്റിപ്പോയി അല്ലാ എന്ന് പറഞ്ഞിട്ട് ഒരു സുജൂദ്, 2 സുജൂദ്. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്, തിലാവത്തിന്റെ സുജൂദ്. ഇതൊക്കെ പഠിക്കണം പ്രിയപ്പെട്ടവരെ. തിലാവത്തിന്റെ സുജൂദ്, ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ചില സന്ദർഭങ്ങളിൽ ചില ആയത്തുകൾ എത്തുമ്പോൾ ഉടൻ തന്നെ നമ്മൾ ഒരു സുജൂദ് ചെയ്യണം. ഒരു സുജൂദ്. സജദ വജ്ഹിയ ലില്ലദീ ഖലഖഹു വസവ്വറഹു വശഖ സമഅഹു വബസറഹു ബിഹൗലിഹി വഖുവ്വതിഹി വതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്ന് പറഞ്ഞിട്ട് ഒരു സുജൂദ്. ഇങ്ങനെ സുജൂദുകൾ എല്ലാത്തിനും നമുക്ക് ചെയ്യേണ്ടി വരുന്നത് സുജൂദാണ്. നമ്മൾ അല്ലാഹ് അല്ലാത്ത ഒരുത്തന്റെ മുമ്പിലും ചെയ്യാത്തതും അതാണ് സുജൂദ്. അപ്പൊ ആ സുജൂദ് അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള ഒരു മാധ്യമമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അത് മരിക്കുന്നത് വരെ നിലനിർത്തി കൊണ്ടുപോകാൻ അല്ലാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് കഴിഞ്ഞ് 6ാമത്തെ ബന്ധമാണ്. 6ാമത്തെ ബന്ധം മറക്കല്ലേ. അല്ലാഹുവിനെ കണ്ടത് മാത്രമാണോ? അല്ലാഹനെ കണ്ടത് മാത്രമാണോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹനെ കാണുക മാത്രമല്ല, പ്രിയപ്പെട്ടവരെ, പിന്നെ അങ്ങ് അടുക്കുക മാത്രമല്ല, അല്ലാഹുമായിട്ട് ഇതാ സംസാരിക്കുകയാണ്, അഭിമുഖ സംഭാഷണം നടത്തുകയാണ്, അല്ലാഹുമായിട്ട് നേരിട്ടങ്ങ് സംസാരിക്കുകയാണ്. അത്തഹിയാത്തു അൽ മുബാറകാത്തു അസ്സലവാത്തു അത്വയ്യിബാത്തു ലില്ലാഹ്.
ഇതെല്ലാം പടച്ചവന് വേണ്ടി അള്ളാന്റെ ഹബീബ് പറഞ്ഞതാ. അപ്പൊ അള്ളാഹ് പറയുന്നു, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇത് അള്ളാഹ് തിരിച്ച് നബി തങ്ങളോട് പറഞ്ഞതാണ്. നബിയെ, അങ്ങക്ക് എന്റെ രക്ഷയും സമാധാനവും ഒക്കെ ഉണ്ടാകട്ടെ. അപ്പോഴും നമ്മളെ മറന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, അല്ലാഹുവേ വഅലാ ഇബാദില്ലാഹി സാലിഹീൻ, എന്റെ പാവപ്പെട്ട എന്റെ അനുയായികൾക്ക് കൂടി തരുവോ? അല്ലാഹു അവർക്കും അഥവാ നമുക്കും അത് തരികയാണ്. അല്ലാഹുമായിട്ട് നബി തങ്ങൾ ഇങ്ങനെ സംസാരിക്കുകയാണ്. അല്ലാഹുമായിട്ട് ഇങ്ങനെ സംസാരിച്ച് മുനാജാത്ത് നടത്തുകയാണ്. അതിന്റെ 6ാമത്തെ അനുഭവമാണെങ്കിൽ അഥവാ റജബ് മാസത്തിന്റെ 27ന്റെ പാതിരാത്രിയിൽ നടന്ന അല്ലാഹുമായിട്ടുള്ള ആ ഒരു മുനാജാത്ത് അഭിമുഖ സംഭാഷണമെങ്കിൽ നമ്മുടെ മേറാജാകുന്ന നമസ്കാരത്തിൽ നമുക്കുള്ളത് എന്തെന്നറിയോ പ്രിയപ്പെട്ടവരെ? നമ്മുടെ നമസ്കാരത്തിൽ നമുക്കും അല്ലാഹു തന്ന മേറാജാകുന്ന നിസ്കാരത്തിൽ ഇതേ മുനാജാത്തില്ലേ? ഇതേ മുനാജാത്ത് നമുക്കുമുണ്ട് പ്രിയപ്പെട്ടവരെ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, ഇന്നൽ മുഅ്മിന ഇദാ കാന ഫിസ്സലാത്തി ഫഇന്നമാ യുനാജി റബ്ബാ. ഒരു ദാസൻ അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുമ്പോൾ, നമസ്കരിക്കുമ്പോൾ, ഫഇന്നമാ യുനാജി റബ്ബഹു, അവനവന്റെ റബ്ബുമായിട്ട് മുനാജാത്താണ് നടത്തുന്നത്. അല്ലാഹുമായിട്ട് അഭിമുഖ സംഭാഷണം നടത്തുകയാ. പ്രിയപ്പെട്ട സഹോദരിമാരെ, ശ്രദ്ധിച്ചു നോക്കിയാ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ ഒളുവെടുക്കാൻ നേരത്തെ ആളുകൾ ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാ ഒളുവെടുക്കുന്ന? നിസ്കരിക്കാൻ ആർക്ക്? അല്ലാഹുവിന്. പള്ളിയിലേക്ക് വന്ന ചെറുപ്പക്കാരെ ആളുകൾ ചോദിച്ചു, എവിടെ പോകുന്നു? റബ്ബിന് വേണ്ടി നിസ്കരിക്കാനാ. ഏതോ ഒരു അന്യനെ പോലെ നമ്മൾ പറയുന്നു റബ്ബിന് വേണ്ടി ഒളുവെടുക്കുന്നു. നമ്മൾ പറയുന്ന റബ്ബിന് വേണ്ടി ഒളുവെടുക്കുകയാണ്. അത് കഴിഞ്ഞ് പള്ളിയിൽ കയറി, നവൈതുൽ ഇഅ്തികാഫ ഫീ ഹാദൽ മസ്ജിദി ലില്ലാഹി തആല, അല്ലാഹ്ക്ക് വേണ്ടി ഞാൻ ഈ പള്ളിയിൽ ഇഅ്തികാഫിനെ കരുതിയിരിക്കുകയാണ്. അവിടെയും അല്ലാഹ്ക്ക് വേണ്ടി. അത് കഴിഞ്ഞ് നിയ്യത്ത് വെക്കുകയാ. നമ്മൾ നിസ്കാരത്തിന് വേണ്ടി നിയ്യത്ത് വെക്കുന്നു, അല്ലാഹുവിന് വേണ്ടി. മഗ്രിബ് എന്ന നമസ്കാരം, അത് ഫർളായ നമസ്കാരം, ഞാൻ റബ്ബിന് വേണ്ടി ഇമാമോടൊപ്പം നിസ്കരിക്കുകയാണ്. അവിടെയും റബ്ബിന് വേണ്ടി. എല്ലാം റബ്ബിന് വേണ്ടി. കൈ കെട്ടിക്കഴിഞ്ഞാലോ ചിത്രം മാറി. കൈ കെട്ടിക്കഴിഞ്ഞാൽ ചിത്രം മാറി. പിന്നെന്താ പറയുന്നത്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹുവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ വഴിയിൽ എന്നെ നടത്തണേ അല്ലാ. എല്ലാം പടച്ചവനോട് പിന്നെ ഡയറക്റ്റ് ആണ്. അതാണ് അല്ലാഹുവിനോട് മുനാജാത്ത് നടത്തുകയാണ്. നമ്മളും ഒരു മുനാജാത്ത് നടത്തുന്ന അല്ലാഹുമായിട്ട് നമുക്ക് അഭിമുഖ സംഭാഷണം, നമുക്ക് രഹസ്യം പറയാൻ. അതാണ് മുനാജാത്ത്. നമ്മൾ അല്ലാഹുവിനോട് നമ്മൾ പറയുന്ന ആ ഒരു സംഭാഷണം. ഇത് നിസ്കാരത്തിലല്ലേ നമുക്ക് കഴിയുക? മരിക്കുന്നത് വരെ, നമുക്ക് ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെ അല്ലാഹു ഒരിക്കലും ഒരു വിട്ടുവീഴ്ച ചെയ്യാത്ത നിസ്കാരമല്ലേ. നോമ്പെപ്പോഴാ പിടിക്കേണ്ടത്? നോമ്പെപ്പോഴ ആരോഗ്യമുണ്ടോ നോമ്പ് പിടിക്കും. വിദഗ്ധരായ ഡോക്ടർ പറഞ്ഞോ നോമ്പ് പിടിക്കരുത്, ശാരീരികമായ പ്രശ്നമുണ്ടെന്ന്. പിടിക്കരുത്. ആരോഗ്യം വരുമ്പോ നീ കളാ വീട്ടണം. ഒരു നോമ്പിന് ഒരു മുദ്ദരി നീ കൊടുക്കണം. 2 കൈ ചേർത്ത് വെച്ചിട്ട് ഒരു മുദ്ദരി, ഒരു നോമ്പ് പരിഹാരമായി. സക്കാത്ത് കൊടുക്കേണ്ടത് എപ്പോഴാണ്? വർഷം തികഞ്ഞ് കൃത്യമായി ഇസ്ലാം കൽപ്പിച്ച അളവ് തികയുമ്പോ അല്ലേ? ഹജ്ജ് ചെയ്യേണ്ടത് എപ്പോഴാണ്? സാമ്പത്തിക ശേഷി, പോകാനുള്ള ആരോഗ്യം, അതുപോലെ തന്നെ മറ്റ് തടസ്സങ്ങളൊന്നുമില്ല. നിന്റെ ആ ഒരു യാത്രയിൽ, ട്രാവലിംഗിൽ നിനക്ക് വലിയ അസ്വസ്ഥതകളോ നിനക്ക് എന്തെങ്കിലും നിയമപരമായ കുരുക്കുകളോ ഒന്നുമില്ല എങ്കിൽ നീ ഹജ്ജ് ചെയ്യണം. ആയുസ് ഒറ്റവട്ടം. പക്ഷെ നിസ്കാരം എന്താ? നിസ്കാരം ചിന്തിച്ചു നോക്ക്. അല്ലാഹുവേ, നിന്ന് നിസ്കരിക്കാനുള്ള ആരോഗ്യം എനിക്കില്ല, എന്നാ ഇരുന്ന് നിസ്കരിക്കടാ. ഇരുന്ന് നിസ്കരിക്കാനുള്ള ആരോഗ്യമില്ല, എന്നാ കിടന്ന് നിസ്കരിക്ക്. കിടന്ന് നിസ്കരിക്കാനും എന്നെ കൊണ്ട് പറ്റില്ല, എന്നാ നിന്റെ കണ്ണുകൾ കൊണ്ട് നിസ്കരിക്ക്.
അതിനും പറ്റുന്നില്ല. എന്നാ നിന്റെ മനസ്സിൽ നിസ്കാരത്തെ നീ കൊണ്ടുപോവാ, അതിന്റെ ചിപ്ര നീ കൊണ്ടുപോവാ. ബുദ്ധി ഉള്ളിടത്തോളം നിസ്കാരം വേണമെന്നാണ്. പടച്ചോനെ, ഞാൻ എങ്ങനെ നിസ്കരിക്കും? എനിക്ക് നീണ്ട യാത്രയുണ്ട്, ഈ ഭൂമി ലോകത്ത് ജീവിക്കണമെങ്കിൽ ഇതല്ലേ പറ്റുള്ളൂ. ശരിയായിക്കോട്ടെ, നീ ളുഹറും അസറും കൂടെ അവിടെ ചെന്നിട്ട് രണ്ട് ഒരുമിച്ച് നിസ്കരിക്കും, അല്ലെങ്കിൽ ഇവിടെ വെച്ച് ളുഹറും അസറും കൂടെ ഒരുമിച്ച് നിസ്കരിച്ചിട്ട് യാത്ര ചെയ്യും. ജമ്മും കസറും ആക്കി തന്നു നമുക്ക്, അള്ളാഹു ആക്കി തന്നതാണ് ആനുകൂല്യം. എന്ന് പറഞ്ഞാൽ ഒരർത്ഥത്തിലും ഒരു നിലയ്ക്കും നമുക്ക് നമസ്കാരം ഒഴിവാക്കാൻ ന്യായമില്ല. ബുദ്ധി അവശേഷിക്കുന്നിടത്തോളം കാലം നമ്മുടെ നമസ്കാരം അല്ലാഹു നമുക്ക് നിർബന്ധമാക്കിയിട്ടുണ്ട്. ആ നമസ്കാരത്തിൽ നമ്മൾ സംസാരിക്കുന്നത് അല്ലാഹുവിനോടാ.